വിജയുടെ റാലിക്കിടയിലാണ് വൻ ദുരന്തമുണ്ടായിരിക്കുന്നത്. 34 പേരുടെ മരണം അനൗദ്യോഗികമായി സ്ഥിരീകരിക്കുന്നുണ്ട്. ഇതിൽ 16 പേർ സ്ത്രീകളാണ്, 6 പേർ കുട്ടികളാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആരോഗ്യമന്ത്രി അടക്കം ഇവിടേക്ക് പോകുന്നുണ്ട്. 24 ഡോക്ടർമാരെ തിരുച്ചിയിൽ നിന്നും 20 ഡോക്ടർമാരെ സേലത്തു നിന്നും ഈ ആശുപത്രിയിലേക്ക് വിന്യസിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങൾ തമിഴ്നാട് ആരോഗ്യമന്ത്രി എം.എ. സുബ്രഹ്മണ്യൻ പറയുന്നുണ്ട്. തമിഴ്നാട് ആരോഗ്യമന്ത്രിയുടെ ഒഫീഷ്യൽ ഒരു സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് 50 പേരാണ് ഗുരുതരമായി ഇപ്പോഴും ആശുപത്രിയിൽ തുടരുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വലിയ രീതിയിലുള്ള ഒരു ദുരന്തമാണ് അവിടെ സംഭവിച്ചത്. വിജയുടെ റാലിക്കിടയിലാണ് ഇത്തരത്തിലൊരു സങ്കടകരമായ വാർത്ത അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യേണ്ട സാഹചര്യമുണ്ടായത്. 31 മരണം ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഈ വിജയ് അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംഭവവുമായി ബന്ധപ്പെട്ട ദൃക്സാക്ഷികൾ പറയുന്നത് ഇങ്ങനെയാണ്. അതായത് വിജയ് പ്രസംഗിക്കുന്ന സമയത്ത് ആളുകൾ അവിടെ തിക്കും തിരക്കും ഉണ്ടാക്കി. അപ്പോൾ ഈ തിക്കും തിരക്കും ഉണ്ടാക്കിയ സമയത്ത് പലരും അവിടെ കുഴഞ്ഞു വീഴുന്ന സാഹചര്യമുണ്ടായി. ഈ കുഴഞ്ഞു വീഴുന്ന സമയത്ത് വിജയ് തന്നെ ആളുകൾക്ക് വെള്ളം കൊടുക്കുന്ന സമീപനമുണ്ടായിരുന്നു. വിജയ് തന്നെ ആളുകൾക്ക് വെള്ളം എറിഞ്ഞു കൊടുക്കുകയായിരുന്നു. എന്നിട്ട് ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് പോലും വലിയ ക്രൈസിസ് അവിടെ അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഈ ദൃക്സാക്ഷികളടക്കം ഇപ്പോൾ നമുക്ക് മാധ്യമങ്ങളോട് പറയുന്നത്. തമിഴ് മാധ്യമങ്ങളോടാണ് അവർ ഇക്കാര്യങ്ങൾ പറയുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടിയാണ് വിജയ് ഈ കരൂരിൽ ഈ റാലി നടത്തിയത്. 7 മണിക്ക് ശേഷമായിരുന്നു വിജയ് അവിടെ റാലിയുമായി വന്നത്. ആ സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു ദാരുണമായ അപകടം സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. തമിഴ്നാടിനെ നടുക്കിയ ഒരു അപകടമാണ്. തമിഴ്നാടിൻ്റെ മന്ത്രിമാരെല്ലാം തന്നെയും അവിടേക്ക് വരുന്നുണ്ട്. മറ്റൊരു സ്ഥിരീകരിക്കാത്ത വാർത്ത വരുന്നത് എത്ര പേരാണ് ആശുപത്രിയിൽ ചികിത്സയിൽ ഉള്ളത് അല്ലെങ്കിൽ ചികിത്സ തേടിയിട്ടുള്ളത് എന്നുള്ള വിവരം ഇതുവരെയും പുറത്ത് വരുന്നില്ല. അതിൽ ചില മാധ്യമങ്ങൾ, തമിഴ്നാട്ടിലെ തന്നെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് 1000-ഓളം പേർ ആശുപത്രിയിൽ ഉണ്ട് എന്ന തലത്തിലുള്ള റിപ്പോർട്ടുകളുണ്ട്. പ്രേക്ഷകരോട് ഒന്നുകൂടെ പറയട്ടെ, ഈ റിപ്പോർട്ടുകളെല്ലാം തന്നെ മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്. സർക്കാരിൻ്റെ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അല്പസമയത്തിനകം തന്നെ വരും. അതിൽ മാത്രമേ നമുക്ക് വ്യക്തമായ ഒരു കാര്യം അറിയാൻ പറ്റൂ. എത്ര പേരാണ് ആശുപത്രികൾ ചികിത്സയിലുള്ളത് എന്ന തമിഴ്നാടിൻ്റെ സർക്കാരിൻ്റെ തന്നെ റിലീസ് വന്നാൽ മാത്രമേ നമുക്ക് അറിയാൻ കഴിയൂ. ഇപ്പോൾ പരിക്കേറ്റ 50 പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ അവിടെ നിന്നും വരുന്നുണ്ട്. തിക്കിലും തിരക്കിലും പെട്ട 31 പേർ മരിച്ചു എന്നുള്ള വാർത്തയാണ് വരുന്നത്. ഈ തിരുച്ചിറപ്പള്ളിക്കും ഒപ്പം തന്നെ സേലത്തിനും ഇടയിലുള്ള സ്ഥലമാണ് കരൂർ. കരൂറാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു അപകടം സംഭവിക്കുന്നത്. മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ നാളെ കരൂരിൽ എത്തും എന്നുള്ള വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ അപകടം രക്ഷാപ്രവർത്തനത്തിന് ഏകോപിപ്പിക്കാൻ വേണ്ടി തമിഴ്നാടിൻ്റെ ആരോഗ്യമന്ത്രിയും ഒപ്പം തന്നെ തമിഴ്നാടിൻ്റെ തന്നെ വിദ്യാഭ്യാസ മന്ത്രിയും ഈ സംഭവ സ്ഥലത്ത് കരൂരിൽ എത്തിയിട്ടുണ്ട്. കരൂരിലെ വിവിധ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് അവർ ഏകോപന പ്രവർത്തനങ്ങൾ അവിടെ നടത്തുന്നുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നു. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കുട്ടികൾ ഉൾപ്പെടെ 50-ലേറെ പേർക്ക് ഗുരുതരമായി അവിടെ പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോഴും ഞെട്ടിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് അവിടെ ഈ മരണസംഖ്യ ഉയരുമെന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. സങ്കടകരമായ കാര്യം എന്ന് പറയട്ടെ, കുട്ടികൾ മരണപ്പെട്ടു എന്നുള്ളതാണ്. ചെറിയ കുഞ്ഞുമക്കൾ മരണപ്പെട്ടു എന്നുള്ള വേദനിപ്പിക്കുന്ന വാർത്തയാണ് വരുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം ഇവർ വെള്ളത്തിനായി പോലും അവിടെ ബുദ്ധിമുട്ടി. ഇത്രയും ആളുകൾ കൂടുമ്പോൾ നമുക്കറിയാം 10,000-കണക്കിന് ആളുകളാണ് വിജയെ കാണുവാനും വിജയുടെ പ്രസംഗം കേൾക്കുവാനുമായിട്ട് അവിടെ എത്തിയത്. അപ്പോൾ ഇവരവിടെ എത്തിയപ്പോൾ വലിയ രീതിയിലുള്ള ജനത്തിരക്കുണ്ടായി. ഈ ജനത്തിരക്ക് വന്നപ്പോൾ ജനത്തിരക്ക് നിയന്ത്രിക്കാൻ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർക്കോ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കോ ഒന്നും കഴിയാത്ത സാഹചര്യം വന്നു. അത്തരത്തിൽ ഏറെ ബുദ്ധിമുട്ടാകുന്ന സാഹചര്യമാണ്.